ഇതേ വാട്ടർമെലൺ മേടിച്ച് നമ്മൾ കഴിച്ചിട്ട് അതിൻ്റെ ആ പച്ചപ്പുള്ള ആ തൊണ്ട് ചെത്തി കളഞ്ഞിട്ട് ഇത് നല്ല നീളത്തിൽ സ്ലൈസ് ചെയ്ത് അരിഞ്ഞെടുത്ത് അത് കുറച്ച് അധികം വേണ്ട, കുറച്ച് മതി. അത് അരിഞ്ഞെടുത്തതിന് ശേഷം പാനിലേക്ക് ഇടുക. നമ്മൾ പാനിൽ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. അതൊന്ന് ഇട്ട് കഴിയുമ്പോൾ തന്നെ അതൊന്ന് വാടി വരും. നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് ഉപ്പ്, വളരെ കുറച്ച് മതി, സ്വീറ്റ് ആയതുകൊണ്ട് കുറച്ച് ഉപ്പിടുക. അങ്ങനെ ഉപ്പിട്ട് വീണ്ടും ഒന്ന് വഴറ്റുക. അങ്ങനെ അതിന് വഴറ്റിയതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഗരം മസാല ഇടുക. തുള്ളി മതി കേട്ടോ, കുറച്ച് ഗരം മസാല ഇടുക. വീണ്ടും വഴറ്റുക. അതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടുക. വീണ്ടും വഴറ്റുക. അങ്ങനെ അത് വഴറ്റിയതിന് ശേഷം നമ്മൾ ഒരുവിധം വാടി വരണം, നല്ലോണം വാടി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് ബട്ടർ, ഒരു 1/2 സ്പൂൺ, ഒരു 3/4 സ്പൂണോളം ബട്ടർ ഇടുക. ബട്ടർ ഇട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. നല്ല വാസന ഉണ്ടാവും അതിങ്ങനെ ഫ്രൈ ആകുമ്പോഴേക്കും. ഫ്രൈ ആവില്ല, അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ, നല്ലൊരു വാസനയാണ് അതിന്, നല്ല ടേസ്റ്റുള്ളൊരു വാസനയാണ്. അപ്പോൾ അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്കാവണം വരെ അത് നമ്മളൊന്ന് പാനിൽ തന്നെ ഇട്ടേക്കാം. അങ്ങനെ കുക്കായി അതങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ അതൊന്ന് മെൽട്ടായി ഒന്ന് കുക്കായി അതവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഒന്ന് വേവട്ടെ. ഇത് ഒരു ചെറിയൊരു വേവുണ്ട്. ആ വേഗണ വരെ നമ്മൾ ആ ഒരിത്തിരി ബട്ടറിലൊന്ന് വേവിച്ച് വയ്ക്കുക. അതിന് ശേഷം നമ്മൾ അതവിടെ വെച്ചതിന് ശേഷം മറ്റൊരു കപ്പിൽ നമ്മളൊരു മുട്ട നമ്മൾ പൊട്ടിച്ച് അതിൻ്റെ അകത്തേക്ക് ഒഴിക്കുക. ആ മുട്ട പൊട്ടിച്ച് ഒഴിക്കണതിലേക്ക് വീണ്ടും നമ്മൾ കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് പെപ്പർ, ഇതുപോലെ തന്നെ കുരുമുളകും, കുറച്ച് പാല്, ആദ്യം കുറച്ച് പാലാണ് ഒഴിക്കുന്നത്. ആ പാൽ ഒഴിച്ച ശേഷം വളരെ കുറച്ച്, 2 സ്പൂൺ പാല് അത്രയും മതി. അതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ഇട്ടിട്ട് മുട്ടയുടെ ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക. തപ്പിച്ചടിക്കണം കേട്ടോ, നന്നായിട്ട് അടിക്കണം. അടിച്ച് ഇത് കുരുമുളകും പെപ്പറും ഉപ്പും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് പാലും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല പതപ്പിച്ചടിക്കണം. അതെ, നന്നായിട്ട് അടിച്ചതിന് ശേഷം നമ്മൾ ഈ ബട്ടർ റെഡിയാക്കി വെച്ചേക്കണം വാട്ടർമെലൻ്റെ നമ്മൾ എടുത്ത് വെച്ചേക്കണം അതിലേക്ക് നന്നായിട്ട് എല്ലാ ഭാഗവും കവറാകത്തക്ക രീതിയിൽ ഒഴിക്കുക. അത് ഒഴിച്ചതിന് ശേഷം അത് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുക. 1 സെക്കൻഡ് മതി. അത് കഴിയുമ്പോൾ അതൊക്കെ നല്ല കുക്കായിട്ട് വരും. വേണമെങ്കിൽ നമുക്ക് മറിച്ചിടാം. ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് ഒന്നും കൂടെ വേവിച്ചിട്ടുണ്ട്. ഒരു നല്ല കളറാക്കി എടുത്തിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ബട്ടറിൻ്റെയൊക്കെ ഒരു നല്ല ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇനി മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയാം, ഇഷ്ടപ്പെട്ടാൽ എങ്ങനെയാണോ ഇല്ലയെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ കളയുന്ന സാധനമല്ല, പക്ഷേ അത് കുക്ക് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. ഞാൻ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ.